Morning, dear students. Today let's learn what is business analytics. This is an important topic and it is interesting too. So let's start. Topics of today's presentation is about business analytics. That is, the definitions of business analytics we'll discuss over here, and evolution and scope of BA, that is business analytics. What is the evolution of BA? What is the scope of BA? And what is BA? That is what we are going to learn today. So let's start. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് ബിസിനസ് അനാലിറ്റിക്സിന്റെ ഡെഫിനിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. Business analytics refers to all the methods and techniques that are used by an organization to measure the performance. That is, business എന്താണെന്ന് അനലൈസ് ചെയ്യുക. For future development, evaluation, ഒരു കമ്പനിയുടെ ഇവാലുവേഷൻ, വീക്ക്നെസ്സസ് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പോഴ് എക്സിസ്റ്റിംഗ് പ്രോസസ്സസിന്റെ വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യുക, ഫ്യൂച്ചർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുക, ചാലഞ്ചസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഒരു ബിസിനസ് അനാലിറ്റിക്സ്. ഇറ്റ്സ് അനാലിസിസ് ഓഫ് ദ ബിസിനസ്. Business analytics refers to all the methods and techniques that are used by an organization to measure the performance. ഇത് നമ്മൾ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബിസിനസ് അനാലിറ്റിക്സ്. Business analytics are made up of statistical methods that can be applied to a specific project, process or product. എന്തിനും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. Business analytics can also be used to evaluate an entire company. Are performed in order to identify weaknesses in existing processes and highlight meaningful data that will help an organization to prepare for future growth and challenges. നമ്മൾ ഫ്യൂച്ചർ ഗ്രോത്തും ചാലഞ്ചസും അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഡ്രോബാക്സ്, അത് ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വാട്ട് വി ഹാവ് ടു ഡു അത് അനലൈസ് ചെയ്യലാണ് ബിസിനസ് അനാലിറ്റിക്സ്. ഇവിടെ വീണ്ടും ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട്. ഈ സെക്കൻഡ് നോക്കിയേ, ഇറ്റ് ഈസ് എ സയന്റിഫിക് പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ഡേറ്റ ഇൻ ടു ഇൻസൈറ്റ് ഫോർ മേക്കിംഗ് ബെറ്റർ ഡിസിഷൻസ്. ദാറ്റ് ഈസ് ഡേറ്റ ഉണ്ട്, ഡേറ്റ ഇൻഫോർമേഷൻ ആവും, നോളജ് ആൻഡ് ദെൻ വിസ്ഡം. അതാണ് ഒരു സയന്റിഫിക് പ്രോസസ് ആണ് ട്രാൻസ്ഫോമിംഗ് ഡേറ്റ ഇൻ ടു ഇൻസൈറ്റ് ഫോർ മേക്കിംഗ് ബെറ്റർ ഡിസിഷൻസ്. നല്ല ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഡേറ്റാസിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ബിസിനസ് അനാലിറ്റിക്സിനകത്തിൽ ചെയ്യുന്നത്. BA is the use of data, information technology, statistical analysis, quantitative methods and mathematical or computer based models. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ബിസിനസ് അനാലിറ്റിക്സ് ചെയ്യാറ്. It helps managers to gain improved insight about their business operations and make better fact-based decisions. നല്ല ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിനെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ബിസിനസ് അനാലിറ്റിക്സ്. ഓക്കെ, ഇനി BA ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൈസിംഗ് ഡിസിഷൻസ്, ഫിനാൻഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്സ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്. ഇതിൽ എന്ത് വേണമെങ്കിലും ഏത് ആപ്ലിക്കേഷൻ ലെവലിൽ വേണമെങ്കിലും നമുക്ക് ബിസിനസ് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രൈസിംഗ് ഡിസിഷൻസ്, എങ്ങനെ നമ്മൾ പ്രൈസ് ഇടണം, എങ്ങനെ നമ്മൾ വില ഇടണം, ഇങ്ങനെ വില ഇട്ടാൽ എന്ത് നമുക്ക് നല്ലതാണോ അല്ലെങ്കിൽ അത് ദോഷമാണോ എന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഫിനാൻഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസ് അനലൈസ് ചെയ്യാൻ പറ്റും, മാർക്കറ്റിംഗ് സെക്ടേഴ്സ് അനലൈസ് ചെയ്യാൻ പറ്റും, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അങ്ങനെ എല്ലാ ഒരു ബിസിനസിന്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാ കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി ബിസിനസ് അനാലിറ്റിക്സ് എന്നുള്ള പ്രോസസ്സ് നമുക്ക് ആപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. Here, business intelligence involves the process of collecting data from all sources and preparing it for business analytics. അതാണ് ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലായിടത്തു നിന്നും ഡേറ്റാസിനെ കളക്ട് ചെയ്തിട്ട് അത് ബിസിനസ് അനാലിറ്റിക്സിന് വേണ്ടി എങ്ങനെ യൂസ് ചെയ്യുന്നു, അതാണ് ബിസിനസ് ഇന്റലിജൻസ്. ബിസിനസ് അനാലിറ്റിക്സ് ഇസ് അനാലിസിസ് ഓഫ് ആൻസേഴ്സ് പ്രൊവൈഡഡ് ബൈ ബിസിനസ് ഇന്റലിജൻസ്. ബിസിനസ് ഇന്റലിജൻസിൽ നിന്നും കിട്ടുന്ന ആൻസേഴ്സിനെ അനലൈസ് ചെയ്യലാണ് ബിസിനസ് അനാലിറ്റിക്സ്. Okay. So here the evolution of business analytics. 3 സ്റ്റേജ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. Past, present
ആൻഡ് ഫ്യൂച്ചർ. 3 സ്റ്റേജ്, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. സോ ഇപ്പോൾ നമ്മൾ പാസ്റ്റ് നേരത്തെ ഓപ്പറേഷണൽ റിപ്പോർട്ട്സ് കളക്ട് ചെയ്യും, SQL റിപ്പോർട്ട്സ്, OLAP ആൻഡ് ADOC. OLAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ്, എ കാറ്റഗറി ഓഫ് സോഫ്റ്റ്വെയർ ടൂൾസ് ദാറ്റ് പ്രൊവൈഡ്സ് അനാലിസിസ് ഓഫ് ഡേറ്റ സ്റ്റോർഡ് ഇൻ എ ഡേറ്റാബേസ്. അതാണ് OLAP. SQL എന്ന് പറയുന്നത് സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ്. സോ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഡേറ്റാസ്, ഡാഷ്ബോർഡ്സ് ആൻഡ് സ്കോർ കാർഡ്സ്. നമ്മൾ അതിൽ നിന്നും അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് യു ആർ കമ്മിങ് ടു ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലാണ് ഇന്റഗ്രേറ്റഡ് പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. കണ്ടോ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും, നമ്മൾക്ക് ലാഭം ഉണ്ടാകും, പ്രോഫിറ്റ് ഇത്ര കിട്ടും, എല്ലാം നമ്മൾ ചെയ്യലാണ്. അഡ്വാൻസ് വിഷ്വലൈസേഷൻ, വിഷ്വലൈസേഷൻ പ്രോസസ് നമ്മൾ ഒരുപാട് ചെയ്യാറുണ്ട്. എക്സൽ അതിന് മെയിൻ ഒരു പ്ലാറ്റ്ഫോമാണ് ബിസിനസ് അനാലിറ്റിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ predictive analytics. Predictive analytics you are predicting what will happen in the future. If you are going in this way, what will happen in the future? So ഇതൊക്കെയാണ് evolution of business analytics. Okay. Next is importance of business analytics. There's a strong relationship of business analytics with profitability of businesses, revenue of businesses, shareholder return. അതുപോലെ business analytics enhances understanding of data. Business analytics is vital for businesses to remain competitive. Business analytics enables creation of informative reports. ഇതൊക്കെയാണ് importance of business analytics. അതായത് വീണ്ടും പറയാണ്, it helps to understand the data, how to achieve more benefit to in the organization. So profitability increase ചെയ്യാം എങ്ങനെ, revenue എങ്ങനെ increase ചെയ്യാം, shareholder return എങ്ങനെ increase ചെയ്യാം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ business analyticsനകത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ. സ്കോപ്പ് ഓഫ് ബിസിനസ് അനാലിറ്റിക്സ്, എവിടെയൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്? മുമ്പേ നമ്മൾ പറഞ്ഞു, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ്, വെബ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലായിടത്തും നമ്മൾ ബിസിനസ് അനാലിറ്റിക്സ് യൂസ് ചെയ്യാം. സോ ഫിനാൻസ് ആണെങ്കിൽ BI is of utmost importance to the finance sector. Data scientists are in high demand in investment banking, portfolio management, financial planning, budgeting, forecasting, etc. For example, companies these days have a large amount of financial data. Use of intelligent business analytic tools can help use this data to determine the product's prices. അല്ലേ, നമ്മളുടെ കയ്യിലുള്ള ഡേറ്റാസ് വെച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റിന് ഇന്ന പ്രൈസ് ഇടാൻ പറ്റും എന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ, നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, തീരുമാനിക്കാൻ പറ്റും. Also, on the basis of historical information, business analytics can study the trends on the performance of a particular stock and advise a client on whether to retain it or sell it. എല്ലാ കാര്യങ്ങളും എങ്ങനെ പോണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ പോയാൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും, എല്ലാം ഫിനാൻസിനകത്തിൽ ഇത് നല്ലൊരു ഹെൽപ്പ് നമ്മൾക്ക് ചെയ്തു തരും. കമ്പനിക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അടുത്ത HR-നകത്തിൽ ഇത് ഒരുപാട് യൂസ് ചെയ്യാം. ഇപ്പം സപ്പോസ് നമ്മുടെ കൂടെയുള്ള പേഴ്സണാലിറ്റീസിനെ, നമ്മുടെ കൂടെയുള്ള എംപ്ലോയീസിനെ, അവരെ എങ്ങനെ ട്രെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അവരെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് HR പ്രൊഫഷണൽസിനകത്തിൽ പറയുന്നത്. എക്സാമ്പിൾ, HR manager can predict the employee retention rate on the basis of data given by the business analytics. അവരെ പൊഴിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ അവരെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് അത് ചെയ്യാം, എങ്ങനെ അവരെ നമ്മളുടെ കൂടെ നിർത്താം, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ അനലൈസ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. CRM, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, അല്ലെ? സോ അപ്പൊ അതിലും ഇത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിലും ഇത് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും. അതായത് എങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് കസ്റ്റമറും മാനേജ്മെന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് നമ്മൾ ബിസിനസ് അനാലിറ്റിക്സ് അങ്ങനെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ എന്തൊരു ബിസിനസ് എടുത്താലും, ഏതൊരു ജോലി എടുത്താലും, എല്ലാത്തിനും ആക്ച്വലി വി ആർ ഡൂയിങ് ബിസിനസ് അനാലിറ്റിക്സ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പ്രോഫിറ്റിലോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. മാനുഫാക്ചറിങ്, എങ്ങനെ മാനുഫാക്ചർ ചെയ്യാം, അത് എവിടുന്ന് വാങ്ങാം, റിസ്ക് ഒക്കെ എങ്ങനെ നോക്കാം, എഫിഷ്യൻസി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിനകത്തിൽ മാനുഫാക്ചറിങ്ങിലും അത് യൂസ് ചെയ്യാം. Credit card companies. Credit card transactions of a customer can determine many factors: financial health, lifestyle, preferences of purchasers, behavioral trend, etc.
ഒരു എക്സാമ്പിൾ ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് ക്യാൻ ഹെൽപ് ദ റീറ്റെയിൽ സെക്ടർ ബൈ ലൊക്കേറ്റിംഗ് ദ ടാർഗറ്റ് ഓഡിയൻസ്. അതായത് എവിടാണ് അവർ, എവിടെ പോയാൽ ആ ക്രെഡിറ്റ് കാർഡിന്റെ ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാം, എവിടെ അത് നല്ലോണം വർക്ക്ഔട്ട് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ. നെക്സ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് BA. BA ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന മെയിൻ ആയിട്ട് 3 ടൈപ്പിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ്, second is predictive analytics, and the third one is prescriptive analytics. Descriptive analytics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും അതിനകത്ത് ഇമ്പോർട്ടൻസ്. അത് യൂസേഴ്സ് ഡേറ്റ ടു അണ്ടർസ്റ്റാൻഡ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്. ഡേറ്റാസിനെ വെച്ചിട്ട് പാസ്റ്റും പ്രസന്റും ഐഡന്റിഫൈ ചെയ്യാം. Prepares and analyzes historical data identifying patterns from samples. Historical data, അതായത് നമ്മളുടെ കയ്യിലുള്ള പഴയ ഡേറ്റ അനലൈസ് ചെയ്ത് ആ ഒരു പാറ്റേൺ നമ്മൾ പഠിക്കൽ, അതാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ്. അടുത്തത് പ്രഡിക്റ്റീവ് അനാലിറ്റിക്സ്. അത് അനാലിസിസ് പാസ്റ്റ് പെർഫോമൻസ്, എല്ലാം അനാലിസിസ് പാസ്റ്റ് പെർഫോമൻസ് ആണ്. ഇവിടെ പ്രഡിക്റ്റ് ഫ്യൂച്ചർ, ഇവിടെ നമ്മൾ ഫ്യൂച്ചർ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു, അതാണ് പ്രഡിക്റ്റീവ് അനാലിറ്റിക്സ്. പ്രിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ് ആണെങ്കിലോ യൂസേഴ്സ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്, നമ്മൾ ഓപ്പറേഷൻ റിസർച്ചിനകത്തിൽ പഠിച്ചാണ് ഒപ്റ്റിമൈസേഷൻ, കറക്റ്റ്, അതാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ്. ഡിറ്റർമിനിങ് ന്യൂ വേസ് ടു ഇവാലുവേറ്റ് ടാർഗറ്റ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ് വിത്ത് ബാലൻസിങ് പോസിബിൾ കൺസ്ട്രെയിൻസ്. അതായത് എങ്ങനെ പോകണം, എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം, സോ അതൊക്കെയാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സിനകത്തിൽ പറയുന്നത്. ഇതിനകത്തിലാണ് നമ്മളുടെ OR പ്രിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം ഓപ്പറേഷൻ റിസർച്ച് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. സോ അതൊക്കെയാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സിനകത്തിൽ പറയുന്നത്. ഓക്കെ, സോ 3 types: ഡിസ്ക്രിപ്റ്റീവ്, പ്രഡിക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ്. ഓക്കെ, then clear ആയല്ലോ. So trends in BA, this is the last topic in today's slide, today's class. Trends in BA. Diagnostic analytics, diagnosia, why did it happen, how did it happen. Descriptive analytics, what is happening, how many, how often, what exactly the problem, അതൊക്കെയാണ് ഡിസ്ക്രിപ്ഷൻ നാത്തിൽ വരുന്നത്. ഓക്കെ, അടുത്തത് predictive analytics, what actions are to be done, what we have to do. അതൊക്കെ പ്രിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സിലാണെങ്കിലോ how can we achieve the best outcome, അതാണ് ഒപ്റ്റിമൈസേഷൻ, എങ്ങനെ പോയാൽ നമ്മൾക്ക് നല്ല രീതിയിൽ ആൻസർ കിട്ടും. സോ അതൊക്കെയാണ് അതിന്റെ ട്രെൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇന്നിപ്പോൾ നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് ബിസിനസ് അനാലിറ്റിക്സ് പഠിച്ചു, അതിന്റെ സ്കോപ്പ് പഠിച്ചു, അതിന്റെ എവല്യൂഷൻ പഠിച്ചു. സോ ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഏതൊരു ജോലി എടുത്താലും ആക്ച്വലി അവിടെ അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതൊരു ബിസിനസ്സിനും അനാലിറ്റിക്സ് ഒരു മെയിൻ കണ്ടന്റ് ആണ്. ഓക്കെ, സോ അതാണ് നമ്മൾ ഈ ബിസിനസ് അനാലിറ്റിക്സിനകത്തിൽ ത്രൂ ഔട്ട് സബ്ജക്റ്റിൽ പറയുന്നത്. സോ അത് ഓരോന്നായിട്ട് എങ്ങനെ അനലൈസ് ചെയ്യാം, ഏത് ടൂൾസ് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനകത്തിൽ നിങ്ങളുടെ സിലബസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഓക്കെ, താങ്ക് യു.